ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഈ റമദാനിൽ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇത്തവണ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇത്തവണ റമദാനിൽ രണ്ടാമത്തെ പത്തിൽ ഞങ്ങൾ ഉംറയ്ക്ക് പോയേക്കുമായിരുന്നു. അപ്പം ആദ്യത്തെ പത്തിൽ പോകാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൂന്നാമത്തെ പത്തിൽ വന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ റമദാനിന് മുമ്പൊന്നും കാര്യങ്ങൾ ചെയ്ത് വെക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല. റമദാനിൻ്റെ ആദ്യത്തെ 1-2 ദിവസങ്ങളിലൊക്കെയാണ് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-2.5 ഗ്ലാസ് പൊടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിയാണ് മിക്ക ദിവസങ്ങളും ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം പത്തിരി തന്നെയാണ്. അപ്പം സ്നാക്സിന് വേണ്ടിയിട്ട് സാധാരണ ഞാൻ ഒരു 2 ദിവസം മുമ്പെങ്കിലും റമദാനിന് സ്നാക്സ് കുറച്ചുണ്ടാക്കി ഫ്രീസ് ചെയ്തൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തവണ റമദാൻ്റെ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയൊക്കെയാണ് കേട്ടോ കുറച്ച് സ്നാക്സ് ആദ്യത്തെ 10 ദിവസത്തേക്കുള്ള മാത്രം മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കും. അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് റോളിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ പത്തിരിയുടെ പൊടി നമ്മളിങ്ങനെ ഒരു ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ചൂടോടുകൂടി നന്നായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാകുമ്പോൾ കൈ തൊട്ടാൽ മതി. അതിന് മുമ്പ് ഇതുപോലൊരു ഹെവി ആയിട്ടുള്ളൊരു സാധനം വെച്ച് നമുക്കിങ്ങനെ ഇടികല്ലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് കൈ ഒന്ന് ചൂടാകുമ്പോൾ തൊടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് മാവ് കുഴച്ച് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മാവ് കുഴച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ നമ്മുടെ കൈയൊക്കെ ഒട്ടും പൊടിയൊന്നുമില്ല, പാത്രത്തിലും പൊടിയില്ല, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഈ നമ്മൾ മാവ് കുഴയ്ക്കുന്ന വെള്ളത്തിൽ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സ്പ്രിംഗ് റോളിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് അതിനുശേഷം ഒത്തിരി സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ക്യാരറ്റും സവോളയും ഇട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിമിലും ആയിരിക്കണം നമ്മളിത് സോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മയമായി വന്നപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാബേജും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ, ഒരു ഇച്ചിരിയോടെ കൂടുതൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾസ് കൂടി നിന്നിട്ട് ചിക്കൻ കുറവ്, അതാണ് നല്ലത് സ്പ്രിംഗ് റോളിന്. അപ്പോൾ അതിനുശേഷം ചിക്കനൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ആവാവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബാക്കി ഇതാ ഇത്രയും ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സമോസ ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് വേണം. അപ്പോൾ അതിനുശേഷം പൊടികളായിട്ടുള്ള കുരുമുളക് പൊടി നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ചേർക്കേണ്ടത് സോസുകളാണ്. അപ്പോൾ ഞാൻ ഡാർക്ക് സോയ സോസ് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. മസാല കുറച്ച് അധികം തന്നെയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചില്ലി ഗാർലിക് സോസും കൂടെ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിൽ അത് മാത്രം ചേർത്താലും മതി. ഞാൻ ചില്ലി ഗാർലിക് സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനെഗറി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ സോസുകളിലൊക്കെ അതുണ്ടാവും. അതിനുശേഷം നന്നായിട്ട് ഈ സോസ് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ സ്പ്രിംഗ് റോൾ ഷീറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരി അവിടെ ചുറ്റുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് അപ്പോൾ ഇവിടെ സ്പ്രിംഗ് റോളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയാണ് ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസത്തേക്ക് കുറച്ച് ഫ്രൈ ചെയ്യാനെടുത്തു. ബാക്കി നമുക്ക് ഫ്രോസൺ ആക്കി വെക്കാൻ പറ്റും, ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സിപ്ലോ ബാഗിൽ സൂക്ഷിക്കാം, അല്ലെങ്കിൽ ബോക്സിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ ബോക്സിലാക്കി സൂക്ഷിച്ചപ്പോഴത്തേനും എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഓരോ ലെയറിൻ്റെ ഇടയ്ക്കും ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു ക്ലിങ് ഫിലിമോ ഒന്നും വെക്കാതെയാണ് വെച്ചത്. അപ്പോൾ ഇത് തമ്മിൽ ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് സമോസയ്ക്കുള്ള മസാല റെഡിയാക്കാണ് വേണ്ടത്. അപ്പോൾ അതിന് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ സവോള ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയാണ് ഞാനിപ്പോൾ അരിഞ്ഞിടുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ ഒത്തിരി നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് സോഫ്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റ് ഒരു 1-2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ശേഷം മൂടി വെച്ച് വേവിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സവാള 1-2 പ്രാവശ്യം നമ്മളിങ്ങനെ ഓപ്പണാക്കി ഇളക്കി മൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായെന്ന് കണ്ടപ്പോൾ, അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയപ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തു. പൊടികൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുരുമുളക് പൊടി, ഗരം മസാല, ഇതാണ് ചേർത്ത് കൊടുത്തത്. അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മുളക് പൊടിയുടെ കളർ ഇഷ്ടമല്ലെങ്കിൽ മുളക് പൊടി ഉപേക്ഷിക്കാം. കുരുമുളകും പച്ചമുളകും മതി. ഞാനൊരു ഇത്തിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മസാല മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം എഗ്ഗിൻ്റെ ഒരു റോൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മസാല. ബാക്കിയുള്ളതിലേക്ക് നമുക്കിനി ബാക്കിയുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ സമോസയുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഓരോ ദിവസത്തേക്കുള്ളത് ഇതുപോലെ ഓരോ സിപ്പ് ലോക്ക് ബാഗിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് സ്നാക്സ് ഫ്രൈ ചെയ്യുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പോളയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കും, അല്ലെങ്കിൽ എഗ്ഗ് വെച്ചിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ കൂടെ ഇതൊരെണ്ണം ഈ ഒരു പാക്ക് എടുത്ത് ഫ്രൈയും കൂടെ ചെയ്താൽ നമുക്ക് 2 സ്നാക്ക് ഈവനിങ് റമദാനിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാലേ ഉള്ളൂ കുറേ ദിവസത്തേക്കൊക്കെ പറ്റുള്ളൂ. ഞാൻ വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ചായക്ക് നല്ല കടുപ്പത്തിലാണ് കേട്ടോ ഞാൻ ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് നോമ്പ് തുറക്കുമ്പോൾ ചായ മസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അന്ന് ബീഫ് കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഷൂട്ട് ചെയ്ത വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ പത്തിരിയും ബീഫും അതുപോലെ സമോസ, ബനാന പോള, സ്പ്രിംഗ് റോള് ഇതൊക്കെയായിരുന്നു അന്നത്തെ നോമ്പ് തുറ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.